നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 2014 മാർച്ച് 8 മലേഷ്യൻ സമയം പുലർച്ചെ 12:41 ക്വാലാലംപൂർ എയർപോർട്ടിൽ നിന്നും ബീജിംഗിനെ ലക്ഷ്യമാക്കി MH370 വിമാനം പറന്നുപൊങ്ങി. കോക്പിറ്റിൽ ഉണ്ടായിരുന്നത് സഹറി അഹമ്മദ് ഷാ എന്ന പരിചയസമ്പന്നനായ പൈലറ്റ്. ബീജിംഗിലേക്കുള്ള വിമാനമായതുകൊണ്ട് തന്നെ യാത്രക്കാരിൽ മഹാഭൂരിപക്ഷവും ചൈനീസ് പൗരന്മാരായിരുന്നു. ഇന്ത്യ, അമേരിക്ക, ഇന്തോനേഷ്യ, ഫ്രാൻസ്, റഷ്യ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ പൗരന്മാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു. 227 യാത്രക്കാരും 12 ക്രൂ മെമ്പറും അടക്കം മൊത്തം 239 മനുഷ്യർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം വിമാനവുമായുള്ള എല്ലാ ആശയവിനിമയ ബന്ധങ്ങളും തടസ്സപ്പെട്ടു. 2 മണി കഴിഞ്ഞ് ഗൾഫ് ഓഫ് തായ്ലാൻഡിന് മുകളിലൂടെ പറക്കവേ വിമാനം അപ്രതീക്ഷിതമാകുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന സൂചനകളൊന്നും കൺട്രോൾ റൂമിനും കേന്ദ്രങ്ങൾക്കും ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. കാലാവസ്ഥ പൊതുവിൽ ശാന്തമായിരുന്നു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം വിമാനം പെട്ടെന്ന് ദിശ മാറി പറക്കുന്നത് ഉപഗ്രഹ ക്യാമറകളിൽ പതിഞ്ഞു. വടക്ക് കിഴക്കുള്ള ബീജിംഗിന്റെ ഭാഗത്തേക്ക് പോകാതെ തെക്ക് പടിഞ്ഞാറ് മലേഷ്യൻ അർദ്ധദ്വീപിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. പിന്നീട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി മലാക്ക കടലിടുക്കിനുള്ളിൽ മുകളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒടുവിൽ വിമാനം അതിവേഗത്തിൽ താഴേക്ക് പതിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് എല്ലാം വ്യക്തം. പിന്നീട് വിമാനത്തെക്കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. 239 പേരുമായി മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനം ആകാശത്ത് നിന്ന് അപ്രത്യക്ഷമായത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന രഹസ്യങ്ങളിലൊന്നായി ഇന്നും തുടരുകയാണ്. അതേസമയം കാണാതായ MH370 വിമാനത്തിനായുള്ള തെരച്ചിൽ മലേഷ്യ വീണ്ടും പുനരാരംഭിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ തീരത്ത് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എവിടെയെങ്കിലും വിമാനം തകർന്നിരിക്കാം എന്നാണ് സാറ്റലൈറ്റ് ഡേറ്റ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലാകുന്നത്. 10 വർഷത്തിന് ശേഷമാണ് MH370 വിമാനത്തിനായുള്ള തെരച്ചിൽ മലേഷ്യ വീണ്ടും പുനരാരംഭിക്കുന്നത്. കാണാതായ വിമാനത്തിനായി ലോകത്തിലെ ഏറ്റവും വലുതും ചെലവേറിയതുമായ തെരച്ചിലാണ് പിന്നീട് നടന്നത്. വിവിധ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തെരച്ചിൽ ഏറ്റെടുത്തു. തെക്കൻ ചൈന കടൽ കേന്ദ്രീകരിച്ച് ആദ്യ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 2015 മാർച്ച് 15 വിമാനം തെക്കോട്ട് തിരിച്ചുവെന്ന സൂചനകളെ തുടർന്ന് തിരച്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. 2015 ജൂലൈയിൽ ഈ മഡഗാസ്കർ ദ്വീപിന് കിഴക്കായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വിമാനത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ ലഭിച്ചു. വിമാനം കാണാതായ ദിവസം ഒരു വിമാനം ഉയർന്ന ശബ്ദത്തിൽ താഴ്ന്നു പറഞ്ഞതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ജനുവരി 2017 വിമാനം തകർന്നു വീണു എന്ന് കരുതുന്ന പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ പരാജയപ്പെട്ടതോടുകൂടി ദൌത്യം അവസാനിപ്പിക്കുന്നതായി ഓസ്ട്രേലിയ, മലേഷ്യ, ചൈന എന്നിവർ പ്രഖ്യാപിച്ചു. ജനുവരി 2018 വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയെ മലേഷ്യൻ തെരച്ചിൽ ദൌത്യം ഏൽപ്പിക്കുകയായിരുന്നു. മെയ് 2018 ഓഷ്യൻ ഇൻഫിനിറ്റിയിലും പരാജയപ്പെട്ടതോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്ന് മലേഷ്യ വീണ്ടും പ്രഖ്യാപിച്ചു. അപകടം നടന്ന് 1.25 വർഷത്തിന് ശേഷമാണ് മലേഷ്യൻ വിമാനത്തിന്റേതെന്ന് കരുതുന്ന അവശിഷ്ടം ആദ്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയത്. 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിലും 4.5 കിലോമീറ്റർ വരെ ആഴത്തിലും ആളില്ലാ മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ചും അത്യാധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെയുമായിരുന്നു തെരച്ചിൽ. എന്നിട്ടും വിമാനത്തിന്റെ മുഖ്യഭാഗം കണ്ടെത്താനായില്ല. വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന നിർണായക വിവരം നൽകാൻ കഴിയുന്ന ബ്ലാക്ക് ബോക്സും എവിടെയോ മറഞ്ഞു കിടക്കുന്നു. വിമാന അപകടം ഉണ്ടായാൽ തെരച്ചിലിന്റെ ഉത്തരവാദിത്തം സംഭവം നടന്ന സ്ഥലം ഉൾപ്പെടുന്നതോ അതിന് സമീപത്തോ ഉള്ളതായ രാജ്യം ഏറ്റെടുക്കണം എന്നാണ് രാജ്യാന്തര നിയമം. മലേഷ്യൻ വിമാനം തകർന്നു വീണതായി കരുതുന്നത് ഓസ്ട്രേലിയയ്ക്ക് സമീപത്താണ് എന്ന നിഗമനത്തിൽ ആ രാജ്യമാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയത്. മലേഷ്യയ്ക്ക് പുറമെ ഏറ്റവും അധികം യാത്രക്കാരെ പ്രതിനിധീകരിക്കുന്ന രാജ്യമെന്ന നിലയിൽ ചൈനയും അതിൽ മുഖ്യ പങ്കാളികളായി. ഇന്ത്യ ഉൾപ്പെടെ മറ്റൊട്ടേറെ രാജ്യങ്ങൾ വിമാനങ്ങളും കപ്പലും സഹിതം തെരച്ചിലിനെ സഹായിച്ചു. മൊത്തം $16 കോടി ചെലവായി. ഇത്രയും വ്യാപകവും ചെലവേറിയതുമായ തെരച്ചിൽ വിമാനയാത്രാ ചരിത്രത്തിൽ മുൻപെങ്ങും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം ഇറാൻകാരായ 2 യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ വ്യാജമാണെന്ന വിവരം പുറത്തുവന്നതോടുകൂടി വിമാനം തട്ടിയെടുത്തത് അപകടത്തിൽപ്പെട്ടയാളായിരിക്കാമെന്ന നിഗമനവും പുറത്തുവന്നു. എന്നാൽ അവർ കുഴപ്പക്കാരല്ല എന്നും യൂറോപ്പിൽ അഭയം തേടാനുള്ള യാത്രയിലായിരുന്നുവെന്നും പിന്നീട് വ്യക്തമാവുകയും ചെയ്തു. പൈലറ്റുമാരിൽ ഒരാൾ സ്വയം ജീവനെടുക്കാനുള്ള ശ്രമത്തിൽ മനഃപൂർവ്വം വിമാനം തകർത്തുവെന്നായിരുന്നു മറ്റൊരു സംശയം. മുഖ്യ വൈമാനികനായ സാരി അഹമ്മദ് ഷായുടെ വസതിയിൽ സിമുലേറ്റർ പരിശോധിച്ചപ്പോൾ വിമാനം ദിശ മാറുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇവയൊന്നും സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല.
കാണാതായ വിമാനത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാത്തതായതോടുകൂടി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും ആക്കം കൂട്ടി. MH370 വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നത് കണ്ടെത്താനുള്ള കഴിവില്ലായ്മ, മെക്കാനിക്കൽ പിഴവ്, വിമാനത്തെ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയെന്ന നിഗമനം എന്നിങ്ങനെയുള്ള വിചിത്രമായ വിശദീകരണങ്ങൾ വരെ അഭ്യൂഹങ്ങളായി പരന്നിരുന്നു. എന്നാൽ പരിചയസമ്പന്നനായ ഒരു പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. എന്നിട്ടും വിമാനം റഡാറിൽ നിന്ന് എങ്ങനെ അപ്രത്യക്ഷമായി എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിന് വ്യക്തമായ ഒരു മറുപടി വ്യോമയാന വിദഗ്ധർക്ക് ഇതുവരെയും നൽകാനും സാധിച്ചിട്ടില്ല. ഏതായാലും 10 വർഷത്തിന് ശേഷം ഇപ്പോഴിതാ തിരച്ചിൽ ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിന്റെ അവസാനമെന്ന് കണ്ടറിയാം.